വസ്ത്രമില്ലാതെ ഷർട്ടിടാതെ നടന്നത് ഗാന്ധിജിക്ക് ഷർട്ട് ഇല്ലാതിരുന്നത് കൊണ്ടല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരു ഷർട്ട് ധരിക്കാൻ പറ്റുന്നത് വരെ ഞാൻ ഒരു ഷർട്ട് ഇടുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ്. ഈശോ നമുക്ക് വേണ്ടി നമുക്ക് തലചായ്ക്കാൻ സ്വർഗത്തിൽ ഒരു ഭവനം തീർക്കുന്നത് വരെ എനിക്ക് ഈ ഭൂമിയിൽ തലചായ്ക്കാൻ ഒരിടം വേണ്ട എന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവന് തലചായ്ക്കാൻ ഇടമില്ലാതെയായത്. അപ്പോ ഈശോ എന്ത് ചെയ്തു? തനിക്ക് തലചായ്ക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം അവൻ ഉപേക്ഷിച്ചു. മദർ തെരേസയ്ക്ക് നല്ല സുഖജീവിതം നയിക്കാനുള്ളൊരു സാഹചര്യം അവൾ ആദ്യം ജീവിച്ച കോൺവെന്റിൽ ഉണ്ടായിരുന്നു. അധ്യാപികയായിട്ട് ജീവിക്കുക, കോൺവെന്റിലെ സുഖ സൗകര്യങ്ങളോടുകൂടെ താമസിക്കുക. അത് വേണ്ട എന്ന് വെച്ച് ഒരു 5 രൂപയും കയ്യിൽ പിടിച്ച് കൽക്കട്ടയുടെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് സൗകര്യങ്ങളോടുകൂടെ ജീവിക്കാനുള്ള അവകാശം അവൾ ഉപേക്ഷിക്കുകയായിരുന്നു. മൊളോക്കോ ദ്വീപിലേക്ക് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ അദ്ദേഹത്തിന് തലചായ്ക്കാൻ ഒരു മാവിൻ ചുവട്ടിൽ ഒരു കട്ടില്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു കുഴപ്പവുമില്ലാത്ത സ്ഥലത്ത് ജീവിക്കാനുള്ള ഒരു അവകാശം ഉപേക്ഷിച്ചിട്ടാണ് ഒരു കൂര പോലും ഇല്ലാത്ത ഇടത്തേക്ക് ഈ മനുഷ്യൻ യാത്ര ചെയ്തത്. ഫ്രാൻസിസ് അസീസിക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അലയുന്നവനായി ദൈവത്തിന്റെ നിസ്വനായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് പരിത്യാഗം ചെയ്യുമ്പോ നമുക്ക് എത്ര വില കൂടിയ ഭക്ഷണം നമ്മുടെ കയ്യിൽ കാശുണ്ട്, എത്ര വില കൂടിയ ഭക്ഷണം അത് ആവശ്യമില്ലാത്തതാണെങ്കിലും മേടിക്കാൻ നമുക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്. കയ്യിലിരിക്കുന്ന കാശല്ലേ. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുമ്പോ അതിലൊരു ആത്മപരിത്യാഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അപ്രകാരമുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ കർത്താവ് തരും. മിഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അച്ഛനങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്ത സ്ഥലമാണ്. കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലമാണ്. കുളിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ വെള്ളമുള്ള സ്ഥലത്തെത്തും. വെള്ളമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബക്കറ്റുമായി